കാര്യവട്ടം ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള ഒരാൾ എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്ന് മുഖ്യമന്ത്രി. സംഭവത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SFI, KSU പ്രവർത്തകരും ചാണ്ടി ഉമ്മൻ, M. വിൻസെന്റ് തുടങ്ങിയ MLA-മാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ക്യാമ്പസുകളിൽ സംഘർഷം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പാറ്റർനേജ് കൊണ്ടാണ് SFI സംഘർഷം അഴിച്ചുവിടുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ SFI അക്രമം അഴിച്ചുവിടുന്നു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കാര്യവട്ടത്ത് ക്യാമ്പസിന് പുറത്തുനിന്നുള്ള ആൾ എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ M. വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ എന്നിവരുടെ നേതൃത്വത്തിൽ KSU പ്രവർത്തകർ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് MLA-മാരായ ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ M. വിൻസെന്റ് എന്നിവർ സ്ഥലത്തെത്തി ഉപരോധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ സമയത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ പോലീസ് ഓഫീസർ സന്തോഷിന് കല്ലേറിൽ നെഞ്ചിൽ പരിക്കേറ്റു. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ MLA-മാരായ M. വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ എന്നിവർക്ക് പുറമെ 20ഓളം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ക്രൈം നമ്പർ 709/2024 ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നു. ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പാറ്റർനേജ് കൊണ്ടാണ് SFI ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്നതെന്ന് ആരോപിച്ചു. സാർ, ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കരിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പാറ്റർനേജ് ആണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർ, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട്, അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക. സംഘർഷത്തിന് ഉത്തരവാദി ആരാണ്, സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണ്, ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.